റീസെന്റ് ഒരാൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യമാണ്, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ഇടുന്നുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചത്ര പ്രോഗ്രസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതെന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അവർ ഷെയർ ചെയ്ത കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഹാർഡ് വർക്ക് ഇല്ലാത്തതൊന്നുമല്ല പ്രശ്നം, ട്രാക്കിംഗ് ഇല്ലാത്തതാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ബോഡി ഷേമിങ്ങും പിന്നെ വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേസ് വരുന്നത്. അങ്ങനെ സംസാരിച്ച സമയത്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ടൂൾ സജസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ആൾ ട്രാക്കിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഒരു 3 months ആഫ്റ്റർ ആൾ എന്നെ കണ്ട സമയത്ത് ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്, എനിക്ക് പുറത്ത് പ്രോഗ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോഗ്രസ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു ഹാബിറ്റ് ട്രാക്ക് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ആവശ്യത്തിന് എൻ്റെ ബോഡിക്ക് ആവശ്യമായ വെള്ളം കുടിക്കുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വാക്കിംഗ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് വർക്കൗട്ട്സ് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുകയും അതെൻ്റെ ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതും ഈ ട്രാക്കർ വെച്ച് ട്രാക്ക് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് എന്നുള്ളത്, ഹാബിറ്റ് ട്രാക്കറിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നും. ദെൻ ഞാൻ വെറുതെ അന്നിട്ട ആ ഒരു ഡേറ്റിലുള്ള വെയിറ്റും ദെൻ ഇതൊക്കെ എനിക്ക് മനസ്സിലായപ്പോൾ ജസ്റ്റ് വെയിറ്റ് നോക്കിയ സമയത്ത് 10 kg ഞാൻ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറമേന്ന് കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ 10 kg ഞാൻ ലോസ് ആയിട്ടുണ്ട്. അതെൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നു. സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെൽപ്പായി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ചെയ്തത് ഒരൊറ്റ കാര്യമാണ്, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ട്രാക്ക് ചെയ്തു എന്നുള്ളത്. ചില കാര്യങ്ങൾ നമ്മൾ ഡെയിലി ട്രാക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ഒരു 3-6 months ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ വലിയൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത്. ഡെയിലി എടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പാണത്. ട്രാക്കിംഗ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെയാണോ അത് നമുക്കറിയാം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ ഷാഡോ സെൽഫിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദെൻ മുമ്പോട്ട് പോവുക, ഇതുപോലെ ട്രാക്കേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്ന സമയത്തോ, നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്തോ, നമ്മളെ കളറിനെ കുറിച്ച് പറയുന്ന സമയത്തോ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല, നമ്മുടെ ഉള്ളിലേക്കൊന്നും പോവില്ല. അവർ പറയുന്നത് അതേ പുറത്തേക്കേ പോവുള്ളൂ. നമ്മുടെ മൈൻഡിന് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ല. ബിക്കോസ് നമുക്കറിയാം നമ്മൾ എന്താണെന്നും നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നും എത്ര പ്രോഗ്രസ് നമുക്ക് ഇത്ര മന്ത് കൊണ്ട് ഉണ്ടായെന്നും ഇനി ഇത്ര പ്രോഗ്രസ് വരാനിരിക്കുന്നു ഫ്യൂച്ചറിൽ എന്നൊക്കെ ഉള്ളത് വ്യക്തമായ ധാരണ നമുക്കുണ്ട്. സോ ഇങ്ങനെ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഇങ്ങനെ ടെൻസ്ഡ് ആവുന്ന ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.